മൂലക്ക് ഒരാൾ ഇവിടെ ഒരാള് രണ്ടാള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുത്ബ പകുതിയായി, ഖുത്ബ രണ്ടാം ഖുത്ബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? ഒരു കാര്യമില്ല. മുജാഹിദിന്റെ ഖുത്ബല്ലേ, ഒരു കാര്യമില്ല. മുജാഹിദിന്റെ ഖുത്ബയുടെ അവസ്ഥയാണ്. ആകെ 4 ആള് വയസ്സന്നായിന്റെ തൊള്ളയിൽ എത്ര പല്ലാണ്ടാകുക? അത്ര ആളുകളെ ഓലെ പള്ളിയിൽ ഖുത്ബ ഓതുന്ന നേരത്ത് ഖത്തീബ് മെമ്പറിൽ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാല് പിന്നെ ഇവർക്ക് ഇതൊക്കെ പൂട്ടി വെച്ച് വേറെ വല്ല പണി നോക്കൂടെ? ആ മുങ്ങിക്കൊടുക്കുന്ന കപ്പലിക്ക് ചാടിക്കൂടെ? എന്നാ മുങ്ങിപ്പോയിക്കൂടെ? സഹോദരന്മാരെ, ഇനി വന്നോലെ സ്ഥിതി എന്താ? സക്കരിയ തന്നെ പറയുന്നു, വന്ന 4 ആളുടെ സ്ഥിതി എന്താന്ന് നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങാണ്. ഇത്ര പെരു ഉറക്കം. ഓല ഉറക്കം തെളിയണമെങ്കിൽ ഹൗദ് കൊണ്ടിടേണ്ടി വരും. ഞാൻ പറയല്ല, സക്കരിയ പറയട്ടെ. വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഉറങ്ങാനായിട്ട് നീയത്താക്കി വരില്ല, ഇങ്ങനെ എത്തിയിരിക്കും. ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ ഞാൻ പത്ത വലിയ ആളല്ലേ, ഇങ്ങനെ മൗലവി കുത്തുബിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഇറങ്ങി ഏത് മൗലവി ആയാലും ആചാരായാലും വേണ്ട, ഞാൻ ഉണർത്തും. മൂപ്പര് ഖുത്ബോദേക്കാറ്, എന്നാലും ഇവിടെ ഉറങ്ങനോടെ വന്ന് ഉണർത്തും. അപ്പൊ അത് ഖുത്ബ അല്ല, അവിടെ കലാപരിപാടിയാണ് നടക്കുന്നത്. എന്താ ഈ കേൾക്കുന്നത്? എന്നിട്ട് പറയട്ടെ, ഖുത്ബനെ അവഹേളിക്കലല്ലേ അത്? മിമ്പറിന് കയറിയവൻ ആരാകട്ടെ ജുമയ്ക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകൾ വെള്ളിയാഴ്ച ഇരുന്ന് ഉറങ്ങണോ ചിലപ്പോൾ എടുത്തോണ്ട് അവന്ന് കൊണ്ടുവരേണ്ടി വരും, എന്നാലേ പിന്നെ മാറ്റുള്ളൂ. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും. ഭയങ്കര ഉറക്ക. വരുന്ന 4 ആളെന്ന് അറബി ഖുത്ബ തിരിയാത്തത് കൊണ്ട് ആളുകൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിലാക്കിയത്. ഈ മലയാള ഖുത്ബ, ഈ മലഞ്ചരക്ക് ഖുത്ബ കേട്ട് കേട്ട് മനുഷ്യന്മാരാകെ വിഷണ്ണരായി. മുജാഹിദ് ഖുത്ബക്ക് വരാതായി ഓല മലയാള ഖുത്ബയിലേക്ക്. നിങ്ങൾ ഓർക്കണം. എന്നിട്ട് വന്നോലെണ്ണ ഇരുന്ന് ഉറങ്ങുവാണ്. ഇനി വരുന്ന ഖത്തീബിന്റെ കഥ എന്താന്നറികള്? എൻട്രൻസ് തോറ്റാനാ അത്ര ഖത്തീബ്. എൻട്രൻസ് പറഞ്ഞാല് അഫ്ളുൽ ഉലമന്റെ എൻട്രൻസ്, MBBS എൻട്രൻസ് അല്ല. അഫ്ളുൽ ഉലമന്റെ എൻട്രൻസ് പറഞ്ഞാൽ ഈ SSLC-നോട് സമാനമായ ഒരു കോഴ്സാ. ഒരു മദ്രസയിലെ 5ാം ക്ലാസിന്റെ ഒരു വിവരമൊക്കെ ഉണ്ടാവും, അറബിയിലുള്ള വിവരം, അത്രേ ഉള്ളൂ. അതിലും തോറ്റ ആളാണ് ബല ഖത്തീബ്. കേട്ടോളൂ. പല മഹല്ലുകളിൽ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുത്ബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യക്ക് ഒക്കണ ഒരാളെ കിട്ടണം എന്നാ പറയാ. 100 റുപ്യക്ക് കിട്ടണ, അപ്പൊ 100 റുപ്യക്ക് ഒക്കണ ഒരു ഖത്തീബ് മതി. മുജാഹിദിന്റെ ഖത്തീബിന്റെ സ്ഥിതി അത്. ഇതാ പല നവോത്ഥാനം. എന്നിട്ട് ഈ മലയാളത്തിൽ ഓതി ഓതി സഹോദരന്മാരെ ആളുകൾ മടുപ്പിച്ച് അവരൊക്കെ വരാതായി. അപ്പൊ സക്കരിയ ചോദിക്കുക, ഞമ്മക്ക് നല്ല ഇതിലും നല്ല പഴയ നബാത്തി ഖുത്ബല്ലേ? നബാത്തി ഖുത്ബ തന്നെ നമ്മളെ പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ ആ കിതാബ് വായിച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഓതുന്ന ഖുത്ബണ്ടല്ലോ, നബാത്തി ഖുത്ബല്ലേ ഞമ്മക്ക് നല്ലത്? നവോത്ഥാനം പോണ പോക്ക് നോക്കുങ്ങൾ. നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ, വൃത്തികേടുകൾ, മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഖുത്ബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിലെ സ്ഥിതി എന്താന്ന് നിങ്ങള്? മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ അലയൻസാണ്. ആ ഐക്യം പളയുന്നമാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. എനിക്ക് കോഴിക്കോട് ജില്ലയുടെ, ഞങ്ങളെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം, കല്ലാച്ചി, വാണിമേല്, അങ്ങനെയൊക്കെ കുറെ സ്ഥലമുണ്ട്, ചീക്കോന്ന്, ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല, ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ. അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ, എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുത്ബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റൂല. അപ്പോൾ എല്ലാവരും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. ജമായത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും. നമ്മളൊക്കെ ലീഗല്ലേ? ചിലർത്തതാണ്, നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ? അപ്പൊ ലീഗും കോൺഗ്രസിനും MES-ലും MSS-ലും ഒക്കെ ഒന്നേക്കാരം. അപ്പൊ പിന്നെ പലർക്കും പറ്റാത്തത് പറഞ്ഞാൽ ഓലൊന്നാവും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. എന്നിട്ട് ഖുത്ബക്കെതിലും ഖത്തീബിനെതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളിയാഴ്ച ഖുത്ബ. ഇതിലും നല്ല നമുക്ക് നബാത്തി ഖുത്ബല്ലേ കൂട്ടരെ? അതല്ലേ നബാത്തി ഖുത്ബല്ലേ നമുക്ക് ഇതിലും നല്ലത്? വരട്ടങ്ങനെ നോക്കുങ്ങൾ. ഇവരുടെ അവസ്ഥ, ഇവരുടെ ഖുത്ബയുടെ നവോത്ഥാനത്തിന്റെ കോലാണിത്. ഇവരെ നിസ്കാരം പറയണോ? എന്താണ് സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഇവരെ നിസ്കാരം ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നിസ്കാരം സഹിഹല്ല. അവർ മദ്ഹബിൽ പറഞ്ഞ ഖുർആൻ വിരുദ്ധാണ് എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാനും മുതുണ്ടാക്കാനും പോയി പഠിച്ച കൂട്ടർക്ക്, പോയ ആളുകൾക്ക് ഖുർആന്റെ പേരിൽ സുന്നത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് പോയ ആളുകൾക്ക് ഇപ്പൊ ഉതുണ്ടാക്കാൻ അറിയില്ല, നിസ്കരിക്കാനും അറിയില്ല. സക്കരിയ പറഞ്ഞത് ഉതുണ്ടാക്കണ കോലം, മുജാഹിദ് ഉതുണ്ടാക്കണ കോലം കേട്ടോളൂ, കണ്ടോളൂ. ഒന്നുണ്ടാക്കണ കോലം തന്നെ ഇപ്പൊ എന്താ? ഒന്നുണ്ടാക്കി വന്നാൽ പല സ്ഥലത്തും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഇവിടെ ഒന്നും നനഞ്ഞുണ്ടാവില്ല. ഇനി 3 വട്ടം പറഞ്ഞിട്ടുണ്ടോ പൈപ്പിന്റെ ഓട്ടില്? ഭർത്താൻ എങ്ങനെ പറയുണ്ടാവും? ഇതിപ്പോ എത്ര വട്ട? ഇത് 3 വട്ടായ?
അങ്ങനെയെങ്കിലും കൈകണം എന്നറിഞ്ഞാ റസൂലിന് കാലികലെങ്ങനെ ഒന്നായിട്ട് വെള്ളം മണ്ണ് ചവിട്ടിക്കൊണ്ടായി വലത്തെ കാല് ചെയ്യുക, ഇടത്തെ കാല് ചെയ്യുക, ഇടത് കൈ കൊണ്ട് പിടിച്ച് ചെയ്യുക, ഒന്നുമില്ല. ഒന്നുവിന്റെ കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്നെ പറയാം, ഒരു ദിവസം വേറെ വേണ്ടി വരും. മുജാഹിദിന്റെ ഉളു ഒന്നും തീരെ ഉളു എടുക്കാനറിയില്ല. കാരണം എന്താ, ഇമാം ഷാഫി പഠിപ്പിച്ച ഉളു കിതാബിലൊക്കെ പറഞ്ഞത് ഖുർആൻ വിരുദ്ധാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളാന്ന് പറഞ്ഞ് പോയ കൂട്ടരാ. അപ്പൊ ഉളുണ്ടാക്കാൻ അറിയില്ലത്രേ. ഒരു നൂറ്റാണ്ടായപ്പോഴേക്ക് ഉളുണ്ടാക്കാൻ കഴിയാതെയായി എന്നുള്ളതാണ് അവർ ചെയ്ത വലിയ നേട്ടം. ശരി, ഇനിയിപ്പോൾ വെയ്ക്കണമാതിരിയൊക്കെ ഉളു എടുത്തിട്ട് നിക്കരിച്ചാൽ നിൽക്കുന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നിക്കരിച്ചാൽ നിൽക്കുമ്പോൾ മുജാഹിദ് നിക്കരിച്ചാൽ നിൽക്കുന്നത് മൂരി മൂത്രം കുടിച്ച മാതിരി മേലക്ക് നോക്കിയിട്ടാണ് അത്രേ. ഞാൻ പറയല്ല, സക്കരിയ പറയാം, കേട്ടോളൂ. ഈ നിസ്കരിക്കാനോ നിന്നാലോ 35 കൊല്ലായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്നവരുടെ നിൽക്കാരം നോക്കണങ്ങൾ ഇങ്ങനെയൊക്കെ ഏപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചാൽ ഇങ്ങനെ അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിൽക്കുക. ശരിക്ക് ലെവലായി നിന്നിട്ട് കട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. ഇതാ മുജാഹിദ്, നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ പഠിപ്പിച്ച ദീനും ശരീഅത്തും ശരിയല്ല എന്ന് പറഞ്ഞ് ഖുർആന്റെ സുന്നത്തിന്റെ മേനി നടിച്ചു പോയ കൂട്ടരുടെ അവസ്ഥ ഇത്. ഇനി നിസ്കരിക്കാൻ നിൽക്കണ കോല നമുക്ക് ഇനി തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാം. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാൻ നിൽക്കുമ്പോ എന്താണ്, സുന്നികളുമായി മുജാഹിദുകൾ വാദപ്രതിവാദം ചെയ്ത വിഷയമാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ എവിടെ വെക്കേണ്ടത്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ 4 മദ്ഹബിന്റെ ഇമാമുകൾ 1250 കൊല്ലം വരെ മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു വന്നത് എങ്ങനെ? ഒന്നുകിൽ കൈ പൊക്കിളിന്റെ മീതെ, അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് പൊക്കിളിന്റെ താഴെ, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഒരേ അഭിപ്രായം അനുസരിച്ച് എവിടെയും കെട്ടണ താഴത്തിങ്ങനില്ല. ഇതല്ലാതെ നെഞ്ചത്ത് കൈവെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ഇത് ഷൗക്കാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാ. അത് മുജാഹിദ് പിടിച്ചു. കാരണം പാരമ്പര്യ ഇസ്ലാം ശരിയല്ല, ഇവരെ ബുദ്ധിക്ക് പറ്റിയ ഇസ്ലാമാണ് വേണ്ടത് എന്ന് കരുതി കൈ ഇവിടെ വെക്കാൻ തുടങ്ങി. സക്കരിയ പറയാണ്, നമ്മൾ സുന്നികളേറ്റ് ഈ വിഷയത്തിൽ വാദപ്രതിവാദം ചെയ്ത, എന്നിട്ട് ഇപ്പൊ നമ്മളെ അവസ്ഥ എന്താ? ലോഹ് കെട്ടും പൊക്കിടിന്റെ അടുത്തെത്തുകയാണ്, സുന്നികളെ പോലെ ആകുകയാണ്. കയ്യത്തിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളി ഇങ്ങനെ പോയി വെക്കാൻ ഇങ്ങനെ കെട്ടി എന്താ എത്ര ഗൗരവമുള്ള വിഷയം. നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്ത് ഇഹ്റാം പോലെ ഓരോ വലിയ കേന്ദ്രന്മാരും ISMമാരൊക്കെ ആയിരിക്കും, അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ അറിയിക്കാനും. പിന്നെ MSMമാരെ കാര്യം പറയാണ്ടോ? പറയാ, നേതാക്കളെന്ന് എങ്ങനെ പോന്ന് പൊക്കലിന്റെ അവിടെ സുന്നികൾ പറയുന്ന അവിടേക്ക് എത്തിയാണ്. പിന്നെ അനുയായികളെ കാര്യം പറയാനില്ലല്ലോ. എവിടെ എത്തിയത്? അപ്പൊ എന്താണെന്നറിയോ, സുന്നികളായ നമ്മുടെ പ്രബോധന പ്രവർത്തനം വിജയിക്കുന്നുണ്ട്. നേതാക്കൾ ഈ പറയുന്ന മൊയന്ത് സ്വഭാവമൊന്നും മനുഷ്യന് പറ്റൂല. ആൾക്കാരുടെ ഇടയിൽ പഴയ കാലത്ത് സുന്നികൾ പറഞ്ഞ മാതിരി തന്നെ കൈ കെട്ടാൻ പറ്റുള്ളൂ എന്ന് അനുയായികൾക്ക് ബോധ്യം വന്നു. അവരതാണ് പറയുന്നത്. സഹോദരന്മാരെ, ഇനി നിങ്ങൾക്കറിയോ, നിസ്കാരത്തിൽ അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ഒരു നൃത്തത്തിൽ ഒരു 3 കോട്ടായെങ്കിലും ഇടും, നായ ഒരിടമാരിടും എന്നാ പറയുന്നത്. നമ്മളെ ആളുകള് അതുവരെ ഒരു കോട്ട നിസ്കരിക്കാൻ ഇങ്ങനെ ഒരിടുക, ഒരു റക്കായത്തിൽ 3 കോട്ട നോക്കൊണ്ടുകള് നമ്മളെ ചില ആളുകള്. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയം. അത് ശൈത്താനാണ്. ശൈത്താൻ നിങ്ങളെ നിസ്കാരം പേപ്പിക്കാൻ ആ നിൽക്കുന്നതന്നെ ശൈത്താനെന്നാ ഞങ്ങൾ പറഞ്ഞത്. ആകെ ശൈത്താന്റെ കളിയാണ് അവിടെ. സഹോദരന്മാരെ, നിക്കാരത്തിന്റെ അവസ്ഥയാണിത്. ഇയാളെന്നെ പറയും, ഞാനത് പറയുകയാണ്. ഇപ്പൊ നിങ്ങളുടെ സുബി വരെ ഈ ഇരുത്ത് എനിക്കറിയാം. ഞാൻ ഈ പറച്ചിലും പറയും, നല്ല മൈക്കായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല പറച്ചിൽ ഞാൻ പറയും. പക്ഷെ നമുക്കൊക്കെ വേറെ പണിയുണ്ടല്ലോ ചിന്താണ്. നിങ്ങൾ ചിന്തിക്കണം. ഇയാൾ അവസാനം ഒറ്റ കാര്യം കൂടി പറയാം. ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മളൊക്കെ നിക്കാറ്, നമ്മൾ പറഞ്ഞ മുജാഹിദിന്റെ അള്ളാന്റെ റസൂൽ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ 25 വട്ടം നമ്മളെ കൂടെ മടക്കി നിൽക്കേൽപ്പിച്ചു. ഞാൻ നിൽക്കാറാ, നമ്മളെ നിൽക്കാറെന്ന് അതുകൊണ്ട് പറയട്ടെ, അതല്ലേ നമുക്ക് വേണ്ടത്. ഇന്ന് നമ്മളെ പല ആളി നിസ്കാരം അള്ളാന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കി പിന്നെ അതേ നമ്മളെ നിസ്കാരം. നാ പഠിക്കുന്നുണ്ടോ? ഇല്ല. പഠിക്കണ പരിപാടി തന്നെ. പണ്ട് പഠിച്ച എന്തൊക്കെ ജഹാലത്തുണ്ടോ അതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല. കറക്റ്റ്. മാർക്ക് 2 വർത്താനാണ് മുപ്പര പറഞ്ഞത്. മറ്റേ ഫുലാൻ പറഞ്ഞ മാതിരി അതൊരു വാക്കാണ്. ഏത് പണ്ട് പഠിച്ച ജഹാലത്തോട് മറക്കൂല, പുതിയതോട്ട് പഠിക്കൂല. എന്താ മുജാഹിദ് പ്രസ്ഥാനം? സഹോദരങ്ങളെ, അവരുടെ നിക്കാരം അള്ളാഹുവിന്റെ റസൂല് കണ്ട 25 തവണ മടക്കി നിൽക്കേൽപ്പിച്ചേണ്ടി വരുന്ന. ഇതിപ്പോ ഇത് മാത്രല്ല, നിക്കാറുണ്ട്, നോൻപുണ്ട്, ഹജ്ജുണ്ട്, സ്ത്രീജമായമാത്തിന്റെ പോലെ പലതും പറയാണ്ട്. എല്ലാം കൂടി പറയാൻ സമയമില്ല. ഇതൊക്കെ വേണമെങ്കിൽ വേറെ ദിവസം ബുക്ക് ചെയ്തോളി. എല്ലാം കൂടി ഇതാ 3 ദിവസത്തെ ആളിൽ പോലീസും പറഞ്ഞപ്പോ ഞാനാണല്ലോ ഞാനീ വരുന്നത് എനിക്ക് മുതലാകണ്ടേന്ന് കരുതിയിട്ടാ ഞാനിത് പറയുന്നത്.
സഹോദരന്മാരെ, ഇതാണ് അവസ്ഥ. മുജാഹിദ് പ്രസ്ഥാനം പാളയത്തിൽ പട തുടങ്ങിയിരിക്കുന്നു, മുശ്രിക്കാക്കി കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അവസാനം ഇപ്പൊ മുജാഹിദ് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇമാമുകൾ ഈ ശിർക്ക് പറയുന്നതനുസരിച്ച് ഇമാമുകൾ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയേണ്ടി വരും എന്നാ മുജാഹിദ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം സഹോദരന്മാരെ ഇപ്പോൾ എത്തിയത്. എവിടെയാണെന്നറിയാമോ? അവർ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ശൈലി അനുസരിച്ച് പോയാൽ ആളുകളെ കാഫിറും മുശ്രിക്കുമാക്കേണ്ടി വരും. എന്താ കാരണം? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ച് സഹായം തേടുന്ന പരിപാടി ഒന്നും രണ്ടും ഇമാമികൾ പറഞ്ഞതല്ല, ഒരുപാട് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ഇമാമുകളൊക്കെ മുശ്രിക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോന്നാ സക്കരിയ സലാഹി മുജാഹിദും വെല്ലുവിളിക്കുന്നത്. സക്കരിയ സലാഹി പറഞ്ഞ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ ആ ഇമാമുകളെ ആ പേര് ലിസ്റ്റ് ഒന്നിന് വായിക്കട്ടെ. എനിക്ക് സൗണ്ടിന് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ സക്കരിയാനെ ഏൽപ്പിക്കുകയാണ് പറയാൻ. അതാണ് ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ, നിങ്ങളെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷേ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈലയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ശിർക്കില്ല. നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല? ഒരു പ്രാർത്ഥനല്ല. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബി സൈദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും അതുപോലെ തന്നെ അൽ ഇലാഹിലും, അതുപോലെ സുബുലുസ് സലാമിന്റെ കർത്താവായ സുൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിലും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സഹീഹാണ് എന്ന നിലക്ക്, ഇനി ദഈഫാണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU-വിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവിടുത്തെ ചില താൽക്കാലികമായ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും പറയാം, പലതും മാറ്റി പറയാം. പക്ഷെ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിൽ എനിക്കൊരിക്കലും തന്നെ സാധ്യമല്ല. അതാണ് മുജാഹിദിന്റെ വാദമായി പറയുന്നതെങ്കിൽ സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള മുജാഹിദിലെ 8 ഗ്രൂപ്പുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അചഞ്ചലമായ നമ്മുടെ തൗഹീദ്, ആ തൗഹീദ് ഉൾക്കൊള്ളുന്ന അഹ്ലുസ് സുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദ്, അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ, ഇലാഹായി അല്ലാഹു മാത്രമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം മഹാത്മാക്കളായ ആളുകളെ വിളിക്കുന്നതോ അവരോട് സഹായം തേടുന്നതോ ശിർക്കാണെന്ന് ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല. സഹോദരങ്ങളെ, മുജാഹിദ് മൗലവിമാരിവിടെ എണ്ണിപ്പറഞ്ഞ ഇമാമുകൾ മാത്രമല്ല, ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം 14 നൂറ്റാണ്ട് കാലം വന്ന ഇമാമുകൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ എല്ലാവരും പഠിപ്പിച്ചതെന്താണ്?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുന്നതിന് കുഴപ്പമില്ല. അവിടുത്തെ ജാറത്തിൽ പോകുന്നത് ശിർക്കല്ല. അവിടുത്തെ ജാറത്തിങ്കൽ ചെന്ന് തവസ്സുൽ ചെയ്യുന്നത്, ഖബറിങ്കൽ ചെന്ന് തവസ്സുൽ ചെയ്യുന്നത്, ശഫാഅത്ത് തേടുന്നത് ശിർക്കല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ് ഇതാണ്. 100 സംഭവങ്ങൾ പറയാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തൗഹീദ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും പഠിപ്പിച്ച തൗഹീദ് ഇതാണ്. ഇമാം അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തൗഹീദ് ഇത് തന്നെയാണ്. കഴിഞ്ഞില്ല, 4 ഖലീഫമാർക്ക് ശേഷം ഒരു ഭരണാധികാരികൾ വന്നപ്പോ മദീനയിലേക്ക് പുതിയ ഒരു ഗവർണറെ നിശ്ചയിക്കപ്പെടുകയാണ്. ആ ഗവർണർ അക്രമിയായ ഗവർണറാണ്. സഹോദരങ്ങളെ, അതിൽ നിന്ന് പരിഹാരം നേടുന്നതിന് വേണ്ടി സ്വഹാബത്ത് ചെയ്തതെന്താണെന്നറിയാമോ? ഹിജറ 346 വഫാത്തായ അല്ലാമ മസ്ഊദി രേഖപ്പെടുത്തി വെക്കുന്നു. 1100 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥം അല്ലാമ മസ്ഊദിയുടെ മുറൂജുദ് ദഹബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഫജ്തമഅ الصغير والكبير بمسجد رسول الله സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുള്ള സ്വഹാബികളും താബിഈകളും അതാ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ടോ വലജ്ജു ഇലല്ലാഹി വലാദു ബിഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 അയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദാണിത്. അവരുടെ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിങ്ങനെ ചെല്ലുന്നു. മദീനയുടെ പള്ളിയുടെ ഒരു ഭാഗത്തുള്ള ഖബറിങ്കൽ ചെന്നിട്ട് അതാ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിനെ അവർ അഭയ കേന്ദ്രമാക്കുന്നു. അതിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുകയാണ്. 3 അയ്യാം, 3 ദിവസം അതാ അവര് പ്രാർത്ഥിക്കുന്നു. പടച്ചവനെ, ഈ അക്രമിയായ ദുഷ്ഭരണമുള്ള ഈ ഗവർണറുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വഹാബത്ത് പ്രാർത്ഥിക്കുകയാണ്. ആരംഭ റസൂലിന്റെ ഖബർ ഷരീഫിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുകയാണ്. ആ ഖബറിനെ അഭയ കേന്ദ്രമാക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, ഇതിന് നേതൃത്വം നൽകിയതാരാണ്? സീമത്തുൻ നുജൂമി വല്ലവാലി എന്ന ഗ്രന്ഥം നോക്കിക്കോളൂ. നമുക്കവിടെ കാണാം അത് ചെയ്യുന്നതാരാണെന്നോ? തൗഹീദ് അറിയാത്തവരല്ല, ഖുർആൻ പഠിക്കാത്തവരല്ല, മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ജാറത്തിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കാൻ നേതൃത്വം നൽകുന്നു. 3 ദിവസമതാ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ ഗവർണറുടെ കയ്യിൽ ഒരു മുഴ പൊന്തുന്നു. ഫഖറജത് ഫീ കഫിഹി ബസ്റത്തുൻ, ഒരു മുഴ പൊന്തുകയാണ്. അങ്ങനെ അത് ചൊറിവാകുന്നു. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അത് വ്രണമായി ക്യാൻസറായി മാറുന്നു. അയാൾ 18 ദിവസത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ടു പോകുന്നു. ഇതാരാ രേഖപ്പെടുത്തി വെച്ചത്? 1100 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥം അല്ലാമ മസ്ഊദിയുടെ മുറൂജുദ് ദഹബാണ്. ഞാനിത് പറഞ്ഞത് എന്താണെന്നോ? 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം പാരമ്പര്യം എല്ലാ മുജാഹിദുകളും 8 ഗ്രൂപ്പുകളും പറയുന്ന തൗഹീദിനെതിരാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നതോ, ജാറത്തിങ്കൽ പോകുന്നതോ, അവരെ തവസ്സുലാക്കുന്നതോ, ശഫാഅത്ത് തേടുന്നതോ ഒരിക്കലും ശിർക്കല്ല. കേരളത്തിലെ മുജാഹിദുകളുടെ
തീവ്രവാദി മാസിക എഴുതി വെച്ചതെന്താ? ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മഖ്ബറകൾ തേടിപ്പോയാൽ അത് ഇസ്ലാമല്ല, മുസ്ലിം സംസ്കാരമല്ല. അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാകുന്നു. ഇവർ ഈ പഠിപ്പിക്കുന്ന ആശയമനുസരിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സംഘടിച്ച സ്വഹാബി വര്യന്മാർ അവരൊക്കെ മുശ്രിക്കായില്ലേ? അവരൊക്കെ കാഫിറായില്ലേ? സഹോദരങ്ങളെ, ഇത് മൗലവിമാരുടെ ദുർവ്യാഖ്യാനമാണ്. ഇത് തൗഹീദല്ല, ഇത് പൊങ്ങുന്ന കപ്പലാണ്. അതിൽ നിന്ന് തെറ്റിദ്ധാരണയുടെ പേരിൽ മാറി നിൽക്കുന്ന സഹോദരങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സമയമായിരിക്കുന്നു. സ്വഹാബത്തിന് ശേഷം താബിഉകൾ ചെയ്തതെന്താ? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ ആരംഭ റസൂലിന്റെ ജാറത്തിങ്കൽ ചെന്ന് പറഞ്ഞതെന്താ? യാ സയ്യിദസ്സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിലെത്തിയിരിക്കുന്നു നബിയേ. അവിടത്തെ പൊരുത്തം എനിക്കുണ്ടാവണേ നബിയേ. കേരളത്തിലെ മുജാഹിദുകളെ സൽസബിയിൽ 1984 എഴുതി വെച്ചതെന്താണെന്നറിയാമോ? റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തം തേടിയാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണെന്ന് മാത്രമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് അവിടെയുള്ള ബിംബത്തിന് സുജൂദ് ചെയ്യുന്നവനേക്കാളും വലിയ മുശ്രിക്കാകുന്നു. ഇവരുടെ ഭാഷയിൽ അബൂ ഹനീഫ ഇമാം ആരായിത്തീരും? കഴിഞ്ഞോ? ഇമാം മാലിക് തങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമത്തവരല്ലേ? അവിടുത്തെ ഭരണാധികാരിയായ അബൂ ജഅഫർ എന്ന് പറയുന്ന ഖലീഫ വന്ന് ചോദിക്കുന്നു, അല്ല ഇമാം മാലിക്, ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്കാണോ തിരിയേണ്ടത്, അതല്ല കഅബയിലേക്കാണോ? കഅബയിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പിൻഭാഗമായിരിക്കും റസൂലിന്റെ ഭാഗത്ത്, നമുക്കറിയാം. റസൂലിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പിൻഭാഗം കഅബയിലേക്കായിരിക്കും. ഞാൻ എങ്ങോട്ടാ തിരിയേണ്ടത്? അസ്തഖ്ബിലു റസൂലല്ലാഹി അമ്മസ്തദ്ബിറുഹു. ഇതങ്ങ് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇമാമുദാരിൽ ഹിജ്റ ശാഫി ഇമാമിന്റെ ഗുരുവര്യരായ താബിഉകളിൽ പ്രമുഖരായ, അല്ലെങ്കിൽ തബഉ താബിഉകളിൽ പ്രമുഖരായ ഇമാം മാലിക് തങ്ങൾ പറയുന്നതെന്താണ്? രാജാവേ, ലിമ തസ്രിഫു വജ്ഹക അൻഹു, എന്തിനാണ് നിങ്ങളുടെ മുഖം റസൂലുള്ളാഹിയിൽ നിന്ന് തിരിക്കുന്നത്? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം. നിങ്ങളുടെയും നിങ്ങളെ പിതാവായ ആദം നബിയുടെയും ഇടയിലുള്ള ഇടയാളനല്ലേ ആരംഭ റസൂൽ. അതുകൊണ്ട് ബല്ലിസ്തഖ്ബിൽഹു, റസൂലിനോട് നിങ്ങൾ റസൂലിലേക്ക് മുന്നിടൂ, അവിടെ വെച്ച് പ്രാർത്ഥിക്കൂ. വസ്തശ്ഫിഉ ബിഹി, ആ റസൂലിനോട് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോളൂ. ഇമാം മാലിക് പഠിപ്പിക്കുന്ന തൗഹീദാണിത്. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താണെന്നറിയാമോ? അത് തൗഹീദ്, റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് തേടുന്നത് ശിർക്കാണ്, കുഫ്റാണ്. കേരളത്തിലെ വിവരമില്ലാത്ത മുജാഹിദ് പഠിപ്പിക്കുന്നു. ഇമാം മാലിക് പഠിപ്പിക്കുന്ന തൗഹീദ്, ഇമാം അബൂ ഹനീഫ തങ്ങൾ പഠിപ്പിക്കുന്ന തൗഹീദ്, ലോക മുസ്ലിം പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന തൗഹീദ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നതിനെതിരല്ല, തൗഹീദിനെതിരല്ല. ജാറത്തിങ്കൽ പോയി ബറക്കത്തെടുക്കൽ ശിർക്കല്ല. മുജാഹിദ് പറയുന്നതോ ഉദ്ദേശ്യ സാഫല്യത്തിന് ജാറത്തിങ്കൽ പോയാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്കറിയാമോ, മദ്ഹബിന്റെ ഇമാമുകളിൽ മൂന്നാമത്തെ മഹാൻ ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ അബൂ ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല. കാരണം അബൂ ഹനീഫ ഇമാം മരിക്കുന്ന അന്നാണ്, വഫാത്താകുന്ന അന്നാണ്. ശാഫി ഇമാം
ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതുകൊണ്ട് ഷാഫി ഇമാം പറയുന്നു 1000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് 4463 വഫാത്തായ ഹാഫിള് ഖതീബുൽ ബഗ്ദാദിയുടെ താരീഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. മഹാൻ പറയുന്നു, ഷാഫി ഇമാമിൽ നിന്ന് സനദ് സഹിതം ഉദ്ധരിക്കുകയാണ്, ഇന്നി ലഅതബറകു ബിഅബി ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. ഞാൻ ബഗ്ദാദിലാകുമ്പോ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കൽ പോകുന്നു, അവിടെ പോയി ബറക്കത്തെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇമാമുൽ ആളം അബൂ ഹനീഫ തങ്ങളുടെ മഖ്ബറ അത് ബഗ്ദാദിലാണ്. നമുക്കറിയാമല്ലോ, ഇറാഖിലെ ബഗ്ദാദിലാണ്. 2 ആഴ്ചകൾക്ക് മുമ്പ് വിനീതനായ ഞാൻ മഹാത്മാക്കളായ ഉസ്താദുമാരോട് കൂടെ സിയാറത്തിന് പോയിരുന്നു. എന്തൊരു വലിയ ജാറമാണ്, എന്തൊരു വലിയ മഖാമാണ്. വിശ്വാസികൾ അവിടെ വന്ന് ബറക്കത്തെടുക്കുന്നു. നമ്മുടെ നാട്ടിലെ മുജാഹിദ് പറയുന്നതോ അത് ശിർക്കാണ്, കുഫറാണ്, തൗഹീദിന് വിരുദ്ധമാണ്. പക്ഷേ ഷാഫി ഇമാം പറയുന്നത് എന്താ? ഇന്നി ലാ തബറകു ബിഅബി ഹനീഫ വഅജീഉ ഇലാ ഖബരിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. ഞാൻ അവിടെ പോയി ബറക്കത്തെടുക്കുന്നു, ഖബറിങ്കൽ പോയി എല്ലാ ദിവസവും. എന്നിട്ടോ ഫൈദാ അർളത്തിൽ ഹാജത്തുൻ, എനിക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ സ്വല്ലൈതു റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കും. വജിഅതു ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ ഞാൻ പോകുന്നു. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, അവിടെ വെച്ച് ഞാൻ ദുആ നടത്തുമ്പോൾ ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ളാ, എന്റെ ദുആ സ്വീകരിക്കപ്പെടാതിരുന്നിട്ടില്ല. പറയുന്നത് ആരാ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കേരളത്തിലെ വഹാബി പറയുന്നതോ മുജാഹിദുകൾ പറയുന്നതോ അങ്ങനെ ചെയ്താൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ്. ഇമാമുകൾ പഠിപ്പിച്ച തൗഹീദ്, ലോക മുസ്ലിമീങ്ങൾ ഉൾക്കൊണ്ട തൗഹീദ്, സഹോദരങ്ങളെ, അതാണ് അഹ്ലുസ് സുന്ന ഉൾക്കൊള്ളുന്നത്. ഇത് 2 or 3 ഇമാമുകളല്ല, ലോകത്ത് കഴിഞ്ഞ സർവ്വ ഇമാമുകളും, ഇമാമുൽ ഹറമൈനി, ഇമാം ഗസ്സാലി, ഇമാം റാസി, ഇമാം നവവി, സഹോദരങ്ങളെ, ലോക പ്രശസ്ത പണ്ഡിതന്മാർ, ഇമാം അബ്ദുൽ മഖ്ദസി, അതുപോലെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നു, തേടുന്നു. അഹ്ലുസ് സുന്ന ഉൾക്കൊള്ളുന്ന തൗഹീദ് അംഗീകരിക്കുന്നു. അത് മാത്രമേ തൗഹീദുള്ളൂ. അത് അചഞ്ചലമായ തൗഹീദാണ്. അതിനെതിരിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ തൗഹീദ് എന്ന പേരിൽ മുജാഹിദുകൾ കൊണ്ടു നടക്കുന്നുവെങ്കിലും നമ്മളാരും അതിൽ വഞ്ചിതരാകരുത്.